എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്ത് ഷെയർ ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കുമുണ്ടല്ലോ, വെറും നാറിയ തരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു ചീഞ്ഞ് നാറിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും ഫസ്റ്റിലേ തന്നെ ഞാൻ പറയട്ടെ, ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നീട് വിഷയത്തിലേക്ക് വരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, PR-കളുടെ ഒരു ബഹളം ബിഗ് ബോസിന്റെ പുറത്തും ഇപ്പൊ അകത്തും കിടന്ന് ഒരുപാട് ചീഞ്ഞ് നാറുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ്. കുറേ ആർത്തി പിടിച്ച തീറ്റി പണ്ടാരങ്ങളെല്ലാം ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് തള്ളി പിടിച്ച് കയറി പോയിട്ടുണ്ട്. ശരിക്കും അവിടെ ചെന്നതിന് ശേഷം ഈ തീറ്റപ്പണ്ടാരങ്ങളെല്ലാം അവിടെ കിടന്ന് അലപ്പും ബഹളവും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാൽ ബിഗ് ബോസ് വീടിന്റെ പുറത്താണെങ്കിലുണ്ടല്ലോ, PR വർക്കേഴ്സിന്റെ ഒരു ബഹളമാണ്. ശരിക്കും ബിഗ് ബോസ് വീടിനകത്ത് കുറെ ആർത്തി പിടിച്ച തീറ്റ പണ്ടാരങ്ങൾ കിടന്ന് ബഹളം വെക്കുന്നു, അടിപിടി കൂടുന്നു, കടിപിടി കൂടുന്നു, ചട്ടുവത്തിന് പൊള്ളിക്കുന്നു എന്ന് വേണ്ട സകലമാന പ്രശ്നങ്ങളും അവിടെ നടക്കുന്നു. പിന്നെ നമ്മുടെ ഡ്രാമ ക്വീൻ ആയിട്ടുള്ള നമ്മുടെ അനുമോളാണെങ്കിൽ കരഞ്ഞു തള്ളുന്നു. അനുമോള് എന്റെ പൊന്നെ, അനുമോളോട് ഓരോരുത്തരും വന്ന് കാക്കി എന്ന് പറഞ്ഞ് ഓരോന്ന് ചോദിക്കുമ്പോൾ അനുമോൾക്ക് എന്തുകൊണ്ട് അനുമോൾ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാത്തത്? അനുമോള് ഭയങ്കര ബോൾഡാണെന്നാണല്ലോ പുറത്ത് എല്ലാവരും കൂടി പറയുന്നത്. അനുമോള് ശരിക്കും ഓരോരുത്തർക്കും കൊടുക്കേണ്ട മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറിയിരുന്നോളും. അതായത് ഇപ്പൊ ശൈത്യയെ കട്ടപ്പാന്ന് പറയുന്നു, അതുപോലെ ബിന്നി കുത്തിത്തിരിപ്പെന്ന് പറയുന്നു. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെല്ലാവരും കട്ടപ്പയും കുത്തിത്തിരിപ്പും ഒക്കെ തന്നെ ആയിരിക്കും. അവിടെ ആരാ ഡീസന്റ് ആയിട്ടുള്ളത്? അനുമോളാണോ? ഷാനവാസാണോ? ആരാണുള്ളത്? മനസ്സിലാവുന്നില്ല. ഈ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞാലും കട്ടപ്പയെന്ന് പറഞ്ഞാലും ഈ ബിഗ് ബോസ് വീടിനകത്ത് പോകുന്ന ഓരോ മത്സരാർത്ഥികളും അവരവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടും അവരവർക്ക് കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോണത്. ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും സൗഹൃദത്തിൽ നിന്ന് കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കണം. ഇതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ചിലർ വളരെ മധുരമായ വാക്കുകളിലൂടെ ചവിട്ടി പുറത്താക്കും, ആരും അറിയാതെ, നോമിനേഷനിലൂടെയും സംഭവത്തിലൂടെയൊക്കെ. മറ്റു ചിലർ ഗ്രൂപ്പിസം കളിക്കും. വേറെ ചില ആളുകൾ കൂടെ നന്നായിട്ട് നിന്നിട്ട് മാറി നിന്നിട്ട് കുത്തി കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അത് ഈ ബിഗ് ബോസ് സീസണിൽ, ഈ ഒരു സീസണിൽ മാത്രമല്ല, ഇതിന് മുമ്പുള്ള സീസണുകളിലും മറ്റ് ഭാഷകളിലുള്ള സീസണുകളിലും ഒക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷോയ്ക്ക് നെഗറ്റീവ് ഷോ എന്ന് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് ഷോയേ അല്ല. ഇതിൽ നിന്ന് നല്ല വശങ്ങളൊന്നും പഠിച്ചെടുക്കാനായിട്ട് ഇല്ല. ഇതിൽ കിട്ടുന്നത് മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ ഒരു ഷോയുടെ രീതി തന്നെ അതാണ്. നല്ലതുപോലെ നിൽക്കും, നല്ലതുപോലെ ചിരിച്ച് കളിച്ച് നിന്നിട്ട് പിന്നീന്ന് മാറി കുത്തും. അത് ഈ ഷോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും നിൽക്കുന്ന മത്സരാർത്ഥിയോട് എത്ര സ്നേഹം നടിച്ചിട്ടാണെങ്കിലും അവരെ പുറത്താക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കുക. അത് ഈ ഗെയിമിന്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശൈത്യ പറഞ്ഞാലും ബിന്നി പറഞ്ഞാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് കരുതാനായിട്ട് തോന്നുന്നില്ല? നിങ്ങളൊക്കെ അവരെ ഒരുപാട് ടാർഗറ്റ് ചെയ്ത് അവർക്ക് സൈബർ ബുള്ളിംഗ് ഒക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് എത്തിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഇതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരത്തക്ക കാര്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ അനീഷ് വന്നിട്ട് അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ പുറത്ത് കിടന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്, അതായത് അനുമോൾക്ക് ഒരു ഭാവിയില്ലേ, ഒരു വിവാഹ ജീവിതമില്ലേ, ആ കുട്ടി വിവാഹം കഴിക്കാത്തൊരു കുട്ടിയല്ലേ, അപ്പോൾ ആ കുട്ടിക്ക് നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ശൈത്യ എന്ന് പറയുന്ന പെൺകുട്ടി അത് വിവാഹം കഴിക്കാത്ത കുട്ടിയല്ലേ, അതിനെന്താ ഒരു ഭാവിയില്ലേ? നിങ്ങളെല്ലാവരും കട്ടപ്പയെന്നും അങ്ങനെയെന്നും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ ഒരു ഭാവി ഉണ്ടാവണ്ടേ? ഈ അനുമോൾക്ക് മാത്രമേ ഭാവി ഉണ്ടാവാൻ പാടുള്ളൂ? അതോ ഈ അനുമോളെ കുത്തിത്തിരിപ്പിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾക്കൊക്കെ ഇത്രയേറെ വേദനിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. നിങ്ങൾ അനുമോൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റു പല മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാനും വാദിക്കും. അതിനിപ്പോൾ എനിക്കിപ്പോൾ ആരുടെയും PR എന്നൊന്നും എന്നെ ആരും പറയില്ല എന്ന് എനിക്കറിയാം. കാരണം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ അവസ്ഥയും എന്നെ കണ്ടാലും അറിയാം ഞാൻ ആരുടെയും PR അല്ലെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കും അറിയാം ഞാൻ ഒരൊറ്റ മനുഷ്യരുടെയും PR അല്ലെന്ന്. ഇനി PR ആണെന്ന് പറയുന്നവർ അവിടെ ഇരുന്ന് പറയത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടെ ഗെയിം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ അനുമോളുടെ ഗെയിം കരച്ചിൽ, ഡ്രാമ, ഇതൊക്കെ സിമ്പതി, ഇതൊക്കെയാണ് അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ. പ്ലാച്ചി, കുൽസിതം, ഇതൊക്കെയാണ് അനുമോളുടെ ഗെയിം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരം ഗെയിമുകളുണ്ട്. കരച്ചിൽ കാർഡ്, എന്തല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റു പലർക്കും ഇപ്പോൾ ബിന്നിയെ കുത്തിത്തിരിപ്പെന്ന് പാടെ പറയണ്ട, അവരുടെ ഗെയിമാണത്. അവർ ചിലപ്പോൾ അതിന് പല രീതിയിൽ അത് അവിടെ കളിക്കും. ഇപ്പോൾ ശൈത്യാണെങ്കിലും ബിൻസി ആണെങ്കിലും അവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് അവരവർ ഗെയിം കളിക്കുന്നത്. ശാരികയാണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ രീതിയുണ്ട്. ഇപ്പോൾ എല്ലാവരും അനുമോളെ പോലെ ആവണമെന്നുണ്ടോ? എല്ലാവരും അനുമോളെ പോലെ ആവോ? അനുമോൾക്ക് എന്താ ഇത്രയധികം ക്വാളിറ്റി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ കരച്ചിൽ, പ്രാങ്ക്, ഡ്രാമ, തിന്നാൻ തീറ്റിക്ക് കിടന്ന് അടിയുണ്ടാക്കുക, ചുമ്മാ ഭയങ്കര മോഡേൺ കുലസ്ത്രീ ചമയുക, ചുമ്മാ ഫുഡ് ഉണ്ടാക്കുന്നിടത്തും ആവശ്യമില്ലാത്ത വഴക്കുകളും പ്രശ്നങ്ങളും അത്രയും ഉണ്ടാക്കുക.
ഇതൊക്കെ തന്നെയാണ് ഈ അനുമോളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. എത്ര തെറ്റുണ്ടെങ്കിലും അത് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും അത് അംഗീകരിക്കത്തില്ല. ഇതാണോ നിങ്ങളൊക്കെ കരുതുന്ന ഭയങ്കര മഹത് കാര്യം എന്ന് പറയുന്നത്? ഇപ്പോൾ PR കൊടുത്തു എന്ന് പറയുന്നതിന് എതിരെയായിട്ട് പല യൂട്യൂബേഴ്സും വന്നിട്ട് പറയുന്നുണ്ട് അനുമോൾക്ക് PR ഇല്ല എന്ന്. അനുമോൾക്ക് മാത്രമല്ല, ഈ പറയുന്ന PR എന്താണെന്ന് അറിയാത്ത അനീഷിനും കാണണം PR. എല്ലാവർക്കും ഉണ്ട് PR. ഷാനവാസിനില്ലേ PR? അക്ബർ തന്നെ സമ്മതിച്ചതാണല്ലോ, അക്ബറിന് PR ഉണ്ട് എന്നുള്ള കാര്യം. എല്ലാവർക്കും ഉണ്ട് PR. അപ്പോൾ ഈ PR എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി അടുത്ത സീസണിലെങ്കിലും PR ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുക. അതാണ് ചെയ്യേണ്ടത്. ബിഗ് ബോസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. PR ഉള്ള ഒരു മത്സരാർത്ഥിയെ അവിടെ തുടരാൻ അനുവദിക്കരുത്. കാരണം അകത്ത് കിടന്ന് എന്ത് ഡ്രാമ കാണിച്ച് സീരിയലിൽ അഭിനയിക്കുന്ന കണക്ക് അഭിനയിച്ച് മെഴുകിയാലും പുറത്ത് അവരെ വെളുപ്പിച്ച് നന്നാക്കി എടുക്കാനായിട്ട് ആളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ എന്ത് കാണിച്ചാലും പുറത്ത് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. സൂര്യ നമസ്കാരം ചെയ്യുന്നു ബിഗ് ബോസിനകത്ത് വന്നിട്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സൂര്യ നമസ്കാരം ചെയ്യുന്ന ശരിക്കും ഈ അനുമോൾ ചെയ്യുന്നതാണ്. കാണൂ സൂര്യ നമസ്കാരം. ഈ സൂര്യ നമസ്കാരം കണ്ടിട്ടുള്ളവരോ ചെയ്തിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അനുമോൾ ചെയ്യുന്ന സൂര്യ നമസ്കാരമാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എന്തല്ലേ. അപ്പോൾ എന്തായാലും അനുമോളുടെ സൂര്യ നമസ്കാരം വളരെ വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുന്ന ആളുകൾക്കറിയാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു സൂര്യ നമസ്കാരം കണ്ടപ്പോൾ അത് വെറും പക്ക സൂര്യ നമസ്കാരമാണെന്ന്, അത് വെറുതെ ഒരു ഡ്രാമ സൂര്യ നമസ്കാരമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനും ഹിന്ദുവാണ്. ക്ഷേത്രാചാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഹൈന്ദവർ പാലിക്കേണ്ട എല്ലാവിധ വിശ്വാസങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരമൊക്കെ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. എൻ്റെ അമ്മ സ്ഥിരം സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ അവർ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഞാൻ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ ശരിക്കും റിയലായിട്ട് സൂര്യ നമസ്കാരം എന്താണെന്ന് നമുക്കറിയാം. അനുമോൾ കാണിക്കുന്ന സൂര്യ നമസ്കാരം എന്താണെന്നും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ വീട്ടമ്മമാരെയൊക്കെ കയ്യിലെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അനീഷാണ് പഠിച്ചിട്ട് അവിടെ അകത്തേക്ക് വന്നതെന്ന് പറയുമ്പോൾ അനീഷ് മാത്രമല്ല, അനുമോൾ നന്നായിട്ട് PR പറഞ്ഞു കൊടുത്തതെല്ലാം കാണാതെ പഠിച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരത്ത് കയറി വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പോയി കള്ളത്തരം കാണിപ്പ്, കരച്ചിൽ, പാവയെടുത്ത് കാണിപ്പ്, കുൽസിതം കാണിപ്പ്. ഒരു വസ്ത്രം ഒരാൾ മോശം വസ്ത്രം ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ജിസൈലിനെയൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള വ്യക്തി, ആ വ്യക്തി ഇടുന്ന വസ്ത്രങ്ങളെല്ലാം എന്താണ്? ഇതിനു മുമ്പ് ഒരു സീസണിൽ ഇതുപോലെ നാട്ടുമ്പുറത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞ ഒരെണ്ണം അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ ദിൽഷ പ്രസന്നൻ. നാട്ടുമ്പുറത്തെ പെൺകുട്ടി ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയുടെ നാട്ടുമ്പുറത്തെ വേഷം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ എന്നെ പേടിച്ചു പോയി. അതാണ് ഇവറ്റകളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പം ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ട് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ PR-ന്റെ നാണം കെട്ട കളികളെക്കുറിച്ച് മാത്രമല്ല പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ജാതി അടിസ്ഥാനത്തിൽ അനുമോളുടെ ആരാണെന്ന് എനിക്കറിയില്ല. റിയലായിട്ട് പറയേണ്ട കാര്യം പറയാം. അനുമോളുടെ ആരാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ജാതി അടിസ്ഥാനത്തിൽ അനുമോൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചിരിക്കുന്നു ഫേസ്ബുക്ക് പേജിലൂടെ. എന്തല്ലേ, ഇത്രയും വൃത്തികെട്ട ഒരു സീസൺ ഉണ്ടോ? ഇത്രയും വൃത്തികെട്ട ഒരു മത്സരാർത്ഥി ഉണ്ടോ എന്ന് പോലും എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. കാര്യം അനുമോളുടെ ആളുകളാവാം, അല്ലെങ്കിൽ ആരാധകരാവാം, ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡീറ്റെയിൽ വരെ എഴുതിയിട്ട് അനുമോളുടെ ഫാദർ മദറിൻ്റെ പേര് അങ്ങനെ എല്ലാവിധ ഡീറ്റെയിലും എഴുതിയിട്ടാണ് ഇവർ വോട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കം ഞാൻ പറയാം. അനുമോള് ഒരു ഈഴവ സമുദായത്തിലെ പെൺസിംഹമാണ്, സപ്പോർട്ട് ചെയ്യുക എന്നാണ് അതിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തിലെ പെൺസിംഹമായ അനുമോൾക്ക് വോട്ട് ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാണ്ട് കുറേ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് സംഭവം. അനുമോളുടെ വീട്ട് അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഫേസ്ബുക്കിൽ വോട്ട് ചോദിച്ച് ജാതി പറഞ്ഞ് വോട്ട് ചോദിച്ചിരിക്കുന്നു. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചിട്ട്. എന്തായാലും വളരെ മോശമായിട്ടുണ്ട്, വളരെ മോശമായിട്ടുണ്ട്. ശരിക്കും അനുമോള് കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോള് കയ്യിൽ കപ്പും തൂക്കി നിൽക്കുമ്പോൾ മലയാളികളിൽ കുറേ ആളുകളെങ്കിലും ഈ ഒരു ഷോ കാണുന്ന, ലൈവ് കാണുന്ന ആളുകളിൽ അനുമോളുടെ PR-ഉം ഫാൻസും അതുപോലെ തന്നെ അനുമോളുടെ പണം പറ്റുന്നവരും സിമ്പതിക്കാരും ഒഴികെയുള്ള ആളുകളൊക്കെ ആ ഒരു ട്രോഫിയെ പുച്ഛത്തോടു കൂടി മാത്രമേ കാണത്തുള്ളൂ. അതൊരിക്കലും അനുമോൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയ ഒരു അംഗീകാരമായിട്ട് ഒരു മനുഷ്യരും കാണത്തില്ല. ഞാൻ ഒട്ടും കാണത്തില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ ഒരു വോട്ട് പോലും അനുമോൾക്ക് കൊടുക്കത്തില്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് കൊടുക്കത്തില്ല. എത്ര തോറ്റ് പോയി കഴിഞ്ഞാലും അനീഷിനാണ് എൻ്റെ വോട്ട്. കാര്യം എന്ന് വെച്ചാൽ അനീഷിനെ എത്ര ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും, അയാളെ എത്ര മോശക്കാരനാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും
അയാൾക്ക് മാത്രമേ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള വോട്ട് മുഴുവൻ അയാൾക്കാണ്. അയാൾ തോറ്റാലും വിഷയമില്ല. പക്ഷേ ഇനി ആർക്കും വോട്ട് ചെയ്യാതെ വോട്ട് അസാധുവാക്കി കളഞ്ഞാൽ പോലും അനുമോൾക്ക് കൊടുക്കില്ല. കാരണം അനുമോൾ അവിടെ ഒരു ഉണ്ടയും ചെയ്യുന്നില്ല. അനുമോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ പക്കാ ഡ്രാമ മാത്രമാണ് കണ്ട് വെറുത്ത് പോണത്. വെറുപ്പീരാണ് പുള്ളിക്കാരത്തി. അപ്പം അതുകൊണ്ട് തന്നെ അനുമോളുടെ ഒരു വോട്ട് പോലും നമ്മൾ അനുമോൾക്ക് കൊടുക്കത്തുമില്ല. അനുമോൾക്കായിട്ട് ഒരു സപ്പോർട്ടും ചെയ്യത്തുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ PR കൊടുത്ത് ഇത്രയേറെ ജനങ്ങളെ വളച്ചൊടിച്ച് സ്വാധീനിച്ചിട്ട് ഇങ്ങനെ പോയി കപ്പ് മേടിച്ചിട്ട് ആ ഒരു കപ്പിന് ഒരു വാല്യൂ ഇല്ലടാ. അത് ആദ്യം മനസ്സിലാക്കും. ഒരു വാല്യൂ ഇല്ല. വെറുതെയാണ് ഇതൊക്കെ മേടിക്കുന്നത്. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ദിവസം നിന്ന് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു കിട്ടുന്ന ആ ഒരു പണം അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആ ഒരു പണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വിനിയോഗിക്കാം. ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ കയ്യിലിരിക്കുന്ന ട്രോഫിക്ക് ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ ആ ഒരു ട്രോഫിക്ക് നമ്മൾ കുട്ടികൾ ഓണത്തിനൊക്കെ ഓട്ട മത്സരമൊക്കെ നടക്കുമല്ലോ, ഓണപരിപാടികൾ, അപ്പോൾ കിട്ടുന്ന ആ ഒരു കുഞ്ഞ് സമ്മാനത്തിൻ്റെ പോലും വില നമ്മൾ ആരും കൊടുക്കത്തില്ല അതിന്. കാരണം ഇതുപോലെ അതായത് ഫേസ്ബുക്കിലൊക്കെ സ്വന്തം ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിൽ പരം മാനക്കേട് വേറെ എന്താ ഉള്ളത്? ഒന്നും പറയാനില്ല. നമ്മൾ സാധാരണ ഇതുപോലെ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ജാതി നോക്കിയിട്ടല്ല. ഈഴവ സ്ത്രീയായ ഈഴവ പെൺസിംഹമായ അനുമോക്ക് വോട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എനിക്ക് അനുമോളുടെ ജാതി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വോട്ട് ചോദിക്കുന്ന പരിപാടിയിലൂടെ പുള്ളിക്കാരത്തിയുടെ ജാതി മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും സംസാരിക്കാനായിട്ടില്ല, കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അനുമോളുടെ PR ഓളികളും അതുപോലെ ഫാൻസ് ഓളികളൊക്കെ ഇങ്ങോട്ട് എന്നെ തെറി വിളിക്കാനായിട്ട് തന്ന അമ്മച്ചിയാണ്. നല്ല വൃത്തിക്ക് ഞാൻ തിരിച്ചു തരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും